ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോ എല്ലാവരും തംബ്നെയിലിൽ കണ്ടല്ലോ, ഒരു ഹോം മെയ്ഡ് ഹെയർ ഓയിൽ ഉണ്ടാക്കുന്ന വീഡിയോ ആണ്. അതിനു മുമ്പ് ഞാനൊരു ഡിസ്ക്ലെയിമർ പറയട്ടെ. എൻ്റെ ഈ മുടിയും ഈ എണ്ണയും തമ്മിൽ യാതൊരുവിധ ബന്ധമില്ല. ഞാനൊരു 7-8 വർഷമായി ഇത് യൂസ് ചെയ്തിട്ട്. യൂസ് ചെയ്തിരുന്ന സമയത്ത് എനിക്കിതാ ഇത്രയും മുടി ഉണ്ടായിരുന്നു. സത്യമാട്ടോ, ശരിക്കും ഉണ്ടായിരുന്നു. ഞാൻ ഏതെങ്കിലും ഫോട്ടോ കാണുവാണെങ്കിൽ ഞാൻ അറ്റാച്ച് ചെയ്ത് വെക്കാം. പിന്നെ ഞാനിപ്പോഴും മുടി ഷോർട്ടാക്കി വെട്ടി പിന്നെ വളർന്നിട്ടേ ഇല്ല. അങ്ങനെ പിന്നീട് വളർത്താറില്ല, പിന്നെ ഞാൻ യൂസ് ചെയ്തിട്ടേ ഇല്ല. പക്ഷേ ഇവിടെ വീട്ടിലെപ്പോഴും സ്ഥിരം ഇത് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, എന്തിനു വേണ്ടിയാണ് ഉണ്ടാക്കുന്നത്, ഇപ്പോൾ അങ്ങനെയുള്ള എല്ലാ ഡീറ്റെയിൽസും അതിൻ്റെ ഇടയിൽ നമ്മുടെ വീട്ടിലെ സാധനങ്ങളൊക്കെ വെച്ച് ഉണ്ടാക്കുന്നതാണ്. പിന്നെ നമ്മുടെ വീടും പരിസര ഭാഗങ്ങളൊക്കെ കാണിക്കുന്ന ഒരു കുട്ടി വ്ളോഗാണ്. അപ്പോൾ കണ്ടിട്ട് വരണേ. ഇത് കിളിയാ, കിളിക്കൂടെ ഉണ്ട്. കിളി ഉണ്ടോ? കിളി ഉണ്ടോ കുഞ്ഞേൽ? ഉണ്ടാ കുഞ്ഞ് കാണാറുണ്ട് അതിൽ കിളി വന്ന് കയറുന്നത്? ശ്രമിക്കും, പക്ഷെ ഉള്ളിക്കോട് ഇങ്ങനെ പോണ്ടേ. നമ്മളിപ്പോൾ ഉണ്ടാക്കാൻ പോകുന്ന എണ്ണയിലേക്ക് ഏറ്റവും ആദ്യം വേണ്ട മെയിൻ ഇൻഗ്രീഡിയൻറ്റ് കഞ്ഞുണ്ണി എന്ന് പറയുന്നതാണ്. കഞ്ഞുണ്ണി അല്ലെങ്കിൽ കയ്യോന്നി. അപ്പോൾ അത് പൊട്ടിക്കാൻ പോവുകയാണ്. ഇത് നമ്മുടെ വീടിനോട് ചേർന്ന് തന്നെയാണ് പാടം. ഇഷ്ടം പോലെ കഞ്ഞുണ്ണിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ പിന്നെ അത് അന്വേഷിച്ചു. പിന്നെ മൈലാഞ്ചി വേണം. അപ്പോൾ അതൊക്കെ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ട് കേട്ടോ. ഞാനേ നമ്മുടെ കർക്കിടക മൈലാഞ്ചി ഇടാനായിട്ടേ അവിടെയൊക്കെ അന്വേഷിച്ചിട്ട് അവിടെ മൈലാഞ്ചി ഇല്ല. അമ്മ അരച്ചിടാൻ മൈലാഞ്ചി ഇല്ല. എൻ്റെ വീട്ടിലൊക്കെ കണ്ടോ? അത് കടയിൽ നിന്ന് വാങ്ങിച്ചിട്ടു. എന്താ, നമ്മളെ വീടിന്റെ ബാക്കിലാണ് കേട്ടോ. ചെമ്പരത്തിപ്പൂവ് മസ്റ്റാണ് നമ്മുടെ എണ്ണയിൽ. ചെമ്പരത്തിപ്പൂവ്, ചെമ്പരത്തിയുടെ മുക്ക്. നോക്കിയാൽ നമുക്ക് കഞ്ഞുണ്ണി ഇത്ര കിട്ടിയുള്ളൂ. ഇതാണ് കഞ്ഞുണ്ണി. കയ്യോന്നി എന്നൊക്കെ പറയില്ലേ, അങ്ങനെയൊക്കെ പറയുന്നു തോന്നുന്നു. വേണ്ട, ഇപ്പൊ കുറച്ച് കിട്ടിയുള്ളൂ. നമുക്ക് കുറേ വേണം. അത് നമുക്ക് വൈകുന്നേരം പൊട്ടിക്കാം. എന്താ കഞ്ഞുണ്ണീന് ഇംഗ്ലീഷിൽ പറയുന്നതെന്ന് അറിയോ എനിക്ക്? ഭൃംഗരാജ്. എന്താ കാല് താഴ്ന്നു പോകരുത് കേട്ടോ. കണ്ടത്തിലിറങ്ങിയ എനിക്ക് ഇവിടെ എൻ്റെ പറമ്പിലൊക്കെ വന്നപ്പോൾ എനിക്ക് ഭയങ്കര പോസിറ്റീവ് വൈബ്. അവിടെ ഞാൻ വീട്ടിൽ അകത്ത് മാത്രമായിരിക്കും. ചെമ്പരത്തിയും ഇല്ല നമുക്കിപ്പോൾ. അത് എനിക്ക് തോന്നുന്നു മഴയൊക്കെ ആയതുകൊണ്ടാന്ന് തോന്നുന്നു അല്ലേ. മുട്ടുണ്ടാവണേ ഉള്ളൂ. ഈ അരുത്തൊക്കെ ചെമ്പരത്തിയാണ് കണ്ടോ. ഈ അരു പിടിച്ചൊക്കെ ചെമ്പരത്തി. നോക്കട്ടെ, ചെമ്പരത്തി കുറേ വേണം നമുക്ക്. കഞ്ഞുണ്ണിയൊക്കെ ഒരു പിടി വേണം, എന്നാലാണ് വെളിച്ചെണ്ണയിലേക്ക് ആ ഒരു എഫക്റ്റ് കിട്ടുള്ളൂ. ഞങ്ങളുടെ പാടങ്ങളൊക്കെ നോക്കിയാൽ കണ്ടോ, വീടിനോട് ചേർന്ന്. ശരിക്കും ഇവിടെ വരുന്ന എല്ലാവർക്കും ഞങ്ങളുടെ വീടും സ്ഥലമൊക്കെ ഇഷ്ടപ്പെടും. എന്താ ചെയ്യല്ലേ. പക്ഷെ ഇവിടെ കുറേ പേർക്കൊക്കെ സംശയമായിട്ട് ഇവിടെ വെള്ളം കയറുമോന്നൊക്കെ. പക്ഷെ ഇതുവരെ വെള്ളം കയറിയിട്ടില്ല, അങ്ങനെ കയറാറില്ല. പക്ഷെ ഇനി കയറുമെന്ന് നമുക്കറിയില്ല. കയറില്ല എന്ന് അഹങ്കരിക്കുന്നവരുടെയൊക്കെ വീടൊക്കെ കയറാറുണ്ട്. പക്ഷെ ഇവിടെ കയറില്ല എന്ന് ഇതുവരെ കയറിയിട്ടില്ല, ഇനിയും കയറില്ല എന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ വീടിൻ്റെ പരിസരത്ത് തന്നെയുള്ള ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ വെച്ച് നല്ല ഹെൽത്തി ആയിട്ടുള്ള എണ്ണകളൊക്കെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നേ ഉള്ളൂ. തുളസിയില പൊട്ടിക്കുവാണ് ഇപ്പോൾ നമ്മൾ. തുളസി, കറ്റാർ വാഴ, മൈലാഞ്ചി, ചെമ്പരത്തി, കഞ്ഞുണ്ണി, ഇത്രയും സാധനങ്ങൾ നമ്മളിപ്പോൾ എടുത്തിട്ടുണ്ട്. പിന്നെ മറ്റേ കുഞ്ഞു കിളിയില്ലേ, അതൊക്കെ വന്ന് ഇതിൻ്റെ ഉള്ളിൽ വന്നിരിക്കാറുണ്ട് ഗൈസ്. ടേർട്ടിൽ. ഇതെന്താ ഈ ചെടിയുടെ പേര്? ടേർട്ടിൽ വൈൻ. പിന്നെ ഇതാ വേറൊരെണ്ണം നോക്കൂ. ഇതൊക്കെ ഞങ്ങൾ കോട്ടാറ്റിന്ന് നീതു ചേച്ചിയുടെ ചെടി കളക്ഷനിൽ നിന്ന് കുഞ്ഞു പീസുകൾ കൊണ്ടുവന്ന് നട്ടതാണ്. നമ്മുടെ കിണർ കാണിച്ച മീനുകൾ എന്തോരം ഉണ്ടെന്ന്. ഇപ്പൊ കുറച്ചോളൂ ഗൈസ്.
അമ്മ പനിക്കൂർക്ക വേണ്ട, അതെനിക്ക് വാട്ടിപ്പിഴിഞ്ഞ് തന്നാ മതി. ചുമ മാറില്ലേ? ഇവിടെയൊക്കെ വെള്ളമാണ് താഴെ, അതാണ് ഞാൻ പോവാത്തേട്ട അങ്ങോട്ട്. ഇത് വെള്ളത്തിൽ പോവാനൊരു പേടി, പനി ഒന്ന് കുറഞ്ഞിട്ടുള്ളൂ. ഡ്രാഗൺ ഫ്രൂട്ട് കാണണ്ടേ? നമ്മുടെ വീട്ടിൽ ഡ്രാഗൺ ഫ്രൂട്ട് മുളച്ചു കാണിച്ച്. ഈ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ തൈ എനിക്ക് ചക്കര തന്നതാട്ടോ. അവളുടെ വീട്ടിൽ ഇഷ്ടംപോലെ ഡ്രാഗൺ ഫ്രൂട്ട് ഉണ്ട്. അപ്പോൾ ഒരു ഫ്രൂട്ട് എനിക്ക് തന്നപ്പോൾ അക്കൂട്ടത്തിൽ ഒരു തണ്ടും കൂടെ ആളെനിക്ക് തന്നു. ഞാനത് ഇവിടെ വീട്ടിൽ കൊണ്ട് അമ്മയുടെ കയ്യിൽ കൊടുത്ത് അമ്മ നട്ടേക്കുന്നതാണ്. അപ്പോൾ ഇത്രയും പിടിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു വിത്തിൻ 2 ഇയേഴ്സിനുള്ളിൽ അതിൽ കുറേയും ഫ്രൂട്ട്സൊക്കെ ഉണ്ടാവട്ടെ. ഉണ്ടാവുമ്പോൾ ഞാൻ നിങ്ങൾക്കത് കട്ട് ചെയ്യുന്നതും അതിൻ്റെ ഹാർവസ്റ്റും കാര്യങ്ങളൊക്കെ വീഡിയോ ആയിട്ട് കാണിച്ചു തരാം. നമ്മൾ മെയിൻലി നമ്മുടെ കാച്ചിയ എണ്ണയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അക്കൂട്ടത്തിൽ എൻ്റെ വീട്ടിലുള്ള കുറച്ച് വിശേഷങ്ങളൊക്കെ നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു. നമ്മുടെ റംബൂട്ടാൻ മരത്തുന്ന ഇത്തവണ ഒരൊറ്റ റംബൂട്ടാൻ പോലും ഉണ്ടായില്ല. പൂത്തിട്ടുണ്ടായില്ലേ അമ്മാമ്മ? ഒറ്റ റംബൂട്ടാൻ ഉണ്ടായില്ലെങ്കിൽ കുറേയും കിട്ടാറുണ്ട് കേട്ടോ, ഇഷ്ടംപോലെ റംബൂട്ടാൻ. അതും ബഡ് ചെയ്തതാണ്, നല്ല മധുരമുള്ള റംബൂട്ടാനായിരുന്നു. എന്തോ പറ്റി. ഇതാണ് നീലാംബരി. അതിന്റെ ഇലയൊന്ന് കാണിച്ചമ്മ. ഇതാണ് നീലാംബരി കേട്ടോ. അതും നമുക്ക് ഇമ്പോർട്ടന്റ് ആണ്. കുറച്ചുകൂടി എടുക്കാം അമ്മ, ഇച്ചിരി കൂടെ വേണം. അതാ വലിയ കഞ്ഞി കിട്ടിയിട്ടുണ്ട് നമുക്ക്. ഇത്രയും വേണം മിനിമം 1 കിലോ വെളിച്ചെണ്ണയ്ക്ക് നമ്മൾ എണ്ണ ഉണ്ടാക്കുമ്പോ അല്ലേ. ഒരുവിധം ഇൻഗ്രീഡിയൻസ് ഒക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ചെമ്പരത്തിപ്പൂവുണ്ട്, മൈലാഞ്ചി ഉണ്ട്, കഞ്ഞുണ്ണിയുണ്ട്, കറ്റാർവാഴയുണ്ട്, പിന്നെ നീലാംബരി ഉണ്ട്, തുളസി ഉണ്ട്. ഇത്രയൊക്കെ സാധനങ്ങളാണ് മെയിൻലി വേണ്ടത്. പിന്നെ വേണ്ട സാധനങ്ങൾ, ഇനി വേണ്ട സാധനങ്ങൾ ഏതൊക്കെയാണെന്ന് ഞാൻ വഴിയേ പറഞ്ഞു തരാം. നമ്മളിപ്പോൾ പോകുന്നത് കറിവേപ്പില പൊട്ടിക്കാനാണ്. ഇതാണ് നമ്മുടെ ജാതിത്തോട്ടം. ഈ ജാതിത്തോട്ടം നമ്മളുടെ തോട്ടിലൊക്കെ വെള്ളം കയറി കണ്ടോ. എന്തുമാത്രം മീനുകളാണെന്ന് നോക്കിയ, ഇഷ്ടം പോലെ കുഞ്ഞു കുഞ്ഞു മീനുകളാണ് കേട്ടോ. അവിടെ ഉണ്ട് കേട്ടോ. നമുക്കപ്പോ കണ്ട കൊറേ മീനുകളുണ്ട്. നമ്മളുടെ കറിവേപ്പില ലൈറ്റ് ഓഫ് ചെയ്തിട്ടില്ല. അത് ലൈറ്റ് ആയിട്ടും അവിടുത്തെ ലൈറ്റ് ഓഫ് ചെയ്ത്. ലൈറ്റ് നമ്മൾ ഇന്നലെ ഇവിടെ അമ്പലത്തില് വാവല്ലേ ആയിരുന്നേ, അപ്പൊ അതിന് വന്നപ്പോ ഓണാക്കിയതാ. ഇതുവരെ ഓഫ് ചെയ്തില്ല. നമുക്ക് കറിവേപ്പില പൊട്ടിക്കാം. എനിക്ക് തണുപ്പത്ത് കൂടെ നടക്കാൻ പറ്റില്ല. എൻ്റെ ക്യാമറാമാൻ കുഞ്ഞുലക്ഷ്മിയാണ് കേട്ടോ. അതുകൊണ്ട് ചെറിയ എന്താ പറയാ ഷെയ്ക്കിങ്ങും ഞാൻ പോണതിൻ്റെ പിന്നാലെ കാലിങ്ങനെ വരും. അപ്പോൾ കാണാൻ ഭംഗിയുണ്ടോയെന്നൊക്കെ അറിയില്ല. ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ. 10 വയസ്സായിട്ടുള്ളൂ എന്തായാലും. ഇതാണ് നമ്മുടെ കറിവേപ്പില മരം. നോക്കി എന്തോരം ഹൈറ്റിലാണ് കറിവേപ്പില മരം. കണ്ടോ, നോക്കി കാണിച്ചു കൊടുത്തു. കണ്ടോ, കുറേ വിലയുണ്ട്. പക്ഷെ നമ്മളെങ്ങനെ പൊട്ടിക്കും? തോട്ടി വെച്ച് പൊട്ടിക്കാം. പക്ഷെ തോട്ടി ഞാൻ എടുത്തില്ല. എനിക്ക് തോട്ടി ഞാൻ വിചാരിച്ചു ഇവിടെയൊക്കെ എവിടെയെങ്കിലും ഒരു കൊമ്പിലൊക്കെ ഉണ്ടാവുമെന്ന്. ഒരു കാര്യം ചെയ്യാം, തോട്ടി വെച്ച് എനിക്കിപ്പോൾ പൊട്ടിക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ വേറെ ഒരു കുഞ്ഞ കറിവേപ്പില മരത്തുമേൽ നമുക്ക് പൊട്ടിക്കാം. നമ്മളുടെ ഈ പറമ്പുണ്ടല്ലോ, നമ്മൾ 3 സെറ്റായിട്ടാണ്. ശരിക്കും എൻ്റെ വീട്ടിലേക്ക് വരാനുള്ള വഴി അതാണ്. അതിലേ ഇങ്ങനെ വന്ന് അതിലേ പോകണം. ഇച്ചിരി ബുദ്ധിമുട്ടൊക്കെയാണ് വരാൻ. അതല്ല, നമുക്ക് ചെറിയ കറിവേപ്പില മരം ഉണ്ടോ എന്ന് നോക്കാം. എനിക്ക് ഇവിടെയൊക്കെ വന്നപ്പോൾ ഉണ്ടല്ലോ ഭയങ്കര ഒരു
പോസിറ്റീവ് വൈബ്. എൻ്റെ അസുഖമൊക്കെ മാറിയ പോലെ ഒരു തോന്നല്, സത്യം പറയാലോ. അങ്ങനെ പറമ്പിക്കോട് ആ ഒരു എന്താ നല്ലൊരു ഫ്രഷ് ഫീലിംഗ് ഒക്കെ ഉള്ളത് കൊണ്ടായിരിക്കും ജാതിക്കയുടെ ഇത് കേട്ടോ. അതിക്ക് അമ്മൂമ്മയുടെ ജാതിക്ക കുരുക്കൾ വീണ് കിടക്കുന്നുണ്ടോ. നമ്മളിവിടെ 1 2 3 4 ജാതിക്ക കിട്ടി നമുക്ക്. ഇവിടെ നല്ല ഹൈറ്റിലുള്ള പാലായിരുന്നു, അതിങ്ങനെ താഴ്ന്നു എടുത്താൽ മതി. നമുക്ക് എന്തായി കറിവേപ്പിലയുടെ ചെറിയ ഒരു തൈ ഇവിടെ എവിടെ ഉണ്ടായിരുന്നല്ലോ. അതല്ല എങ്ങനെ കിടക്ക് പോസ് ചെയ്ത് ഇവിടെ ഒരു പിന്നെ കറിവേപ്പില. അതായത് അവിടെയൊക്കെ ജാതിക്കുരുകൾ കിടക്കുന്നുണ്ട്, പക്ഷെ എനിക്കത് പോയി എടുക്കാനൊരു പേടി. നിൽക്കട്ടെ കുഞ്ഞ്, അവിടെ നിന്നെടുത്താൽ മതി. അമ്മാമ്മ എന്നെ ചീത്ത പറയാനായിട്ട് മഴയത്ത് ഇങ്ങനെ തണവത്തിറങ്ങി നടക്കണേന്. ഒരു കറിവേപ്പില, ഇതെനിക്ക് പൊട്ടിക്കാനൊരു മടി. ചെറിയൊരു കറിവേപ്പില അല്ലേ, നമുക്ക് അമ്മോട് വേറെ പോയി പൊട്ടിക്കാൻ പറയാം. വാ അമ്മമ്മക്ക് എത്ര ജാതിക്ക് ഞാൻ പൊട്ടിച്ചു എന്നറിയോ? പൊട്ടിക്കല്ല, പറക്കിയോണ്ട്. അമ്മമ്മയുടെ മരുന്ന് എന്താണെന്ന് ചോദിച്ചാൽ അത് മുറുക്കാനാണ്. ഇങ്ങനെ അമ്മമ്മ ഫസ്റ്റ് അടയ്ക്ക ചതയ്ക്കും, എന്നിട്ട് അതിലേക്ക് എന്തിടും അമ്മമ്മ? വെറ്റിലയിൽ ചുണ്ണാമ്പ് തേച്ചിട്ട് കൂട്ടിയിടും. എന്നിട്ട് ഒരു പാത്രത്തിലാക്കി വെച്ചിട്ട് പകല ഉപയോഗിക്കരുത് എന്ന് പറഞ്ഞിട്ട് അത് മാത്രം ഉപയോഗിക്കുള്ളൂ അല്ലേ? അമ്മമ്മയുടെ എനർജി അതാണ്. നമ്മൾ എടുത്തേക്കുന്ന ഈ സംഭവങ്ങളെല്ലാം നന്നായി കഴുകി വേരൊക്കെ കട്ട് ചെയ്ത് കഴുകി വെക്കുക കേട്ടോ ആദ്യം. എന്നിട്ട് അത് അതിലെ വെള്ളമൊക്കെ ഒന്ന് ഇച്ചിരി വറ്റി കഴിയുമ്പോൾ നമുക്ക് നന്നായി മിക്സിയിൽ അരച്ച് ഇതിൻ്റെ നീരെടുക്കണം. ഓക്കെ, അപ്പം എന്തൊക്കെയാകുമ്പോൾ നമുക്ക് വേണ്ട? ഉലുവ കുതിർത്തി എടുക്കണം അരയ്ക്കാനായിട്ട്. അപ്പോൾ ഉലുവ ഇട്ടാൽ ചീത്തയാവില്ലേ പെട്ടെന്ന്? ഓക്കെ. പിന്നെ ഇതെന്താ സവോള അരിയുന്ന ഉള്ളിയല്ലേ വേണ്ടേ? ചെറിയ ഉള്ളിയും ഒരു കുഞ്ഞു കഷ്ണം സവോളയും അല്ലേ? ഇതൊക്കെ ഇത് നമ്മള് എണ്ണയിൽ എന്ത് ചെയ്യും? ഗൈസ്, നമ്മുടെ കൊടപ്പുളി ഉണക്കാനിട്ടേക്കുന്നുണ്ട്, ജാതിക്കുരു ഉണക്കാനിട്ടേക്കുവാണ്. കണ്ടോ, അടുപ്പിൽ തീ കത്തിക്കുമ്പോൾ ആ ചൂട് കൊണ്ട് ഉണങ്ങും. അച്ഛന് മാത്രമുള്ളതുള്ളൂ അല്ലേ? നമ്മൾ ഈ സാധനങ്ങളെല്ലാം അരിഞ്ഞ് മിക്സിയിൽ അടിച്ച് പിഴിഞ്ഞെടുത്ത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു. നീലാംബരി, കറ്റാർവാഴ, കഞ്ഞുണ്ണി, ചെമ്പരത്തി, തുളസി, വെറ്റില, പിന്നെ അതുപോലെ കറിവേപ്പില, ഇത്രയും സാധനങ്ങൾ നമ്മൾ
കേശവർദ്ധിനി അതുണ്ട് ട്ടോ. അത് ഇവിടെ ഉണ്ടോ നമ്മുടെ ഇവിടെ? പക്ഷെ എനിക്കത് സാമ്പാർ ചീര ആയിട്ടാണ് തോന്നണേ. സാമ്പാർ ചീര വേറെ നോക്കട്ടെ നോക്കട്ടെ. നോക്കട്ടെ കാണിച്ചപ്പോ എനിക്ക് മണം ഇല്ല, പക്ഷെ എനിക്ക് ഇതിന്റെ മണം കിട്ടുന്നുണ്ട്. നോക്കട്ടെ ഇതാണ് കേശവർദ്ധിനിയുടെ ഇല. ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? നോക്കട്ടെ. കറ്റാർവാഴ കുറച്ചു നേരം നമ്മൾ വെക്കണം അല്ലെ? കഴുകി അതിന്റെ കറുത്ത സാധനം നമ്മളെ കറ്റാർവാഴയ്ക്ക് ഒരു ഇതുണ്ട്, കറ്റാർവാഴയുടെ ഒരു കറ, മഞ്ഞ കളർ. അത് പോയതിന് ശേഷം നമ്മൾ എടുക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ ചിലവർക്ക് അത് ചൊറിച്ചിലൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. മുടി കൊഴിച്ചിലും ചിലപ്പോൾ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. പിന്നെ നമ്മൾ ഇത് ഇൻഡാലിയം ആണോ അമ്മ? ഇരുമ്പ് ചട്ടിയിൽ വേണം നമ്മൾ എണ്ണ ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ ഇതിൽ കുറച്ച് നീര് നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത്ര നീരാണ് നമുക്ക് അത്രയും അരച്ചേന്ന് കിട്ടിയത്. പിന്നെ ഇതാ ഉള്ളിയും നമ്മുടെ ചെമ്പരത്തിയും ഉലുവയും അരയ്ക്കാൻ പോവാണ്. പിന്നെ അമ്മയുടെ മണി പ്ലാന്റുകൾ ഞാൻ കാണിച്ചു തരാം. വീട്ടിലൊക്കെ ഈസി ആയിട്ട് മണി പ്ലാന്റ് ഇങ്ങനെ ചെറിയ ചെറിയ ബോക്സുകൾ കിട്ടും. അതിൽ വെറുതെ വെള്ളത്തിൽ ഇട്ട് വെച്ചേക്കുന്നതാ കേട്ടോ. കണ്ടോ, നന്നായിട്ടില്ലേ? ഇവിടെയൊക്കെ ഉണ്ട്, കണ്ടോ കണ്ടോ കണ്ടോ, വെറുതെ വെള്ളത്തിലായിട്ട് വെച്ചേക്കുന്നത്. വെള്ളത്തിലും നമുക്ക് ചെടി വളർത്താം. അങ്ങനെ നമ്മൾ അരച്ച് വെച്ചേക്കുന്ന പച്ചമരുന്നുകളെല്ലാം കൂടെ ചൂടാക്കാം. ചൂടായി കഴിയുമ്പോൾ നമ്മൾ എപ്പോഴും ആട്ടിയ വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നതാണ് തലമുടിക്ക് നല്ലത്. പക്ഷേ നമുക്കിപ്പോൾ ആട്ടിയ വെളിച്ചെണ്ണ കിട്ടിയില്ല, അതുകൊണ്ട് ഞങ്ങൾ ഈ ഒരു പാക്കറ്റ് വെളിച്ചെണ്ണ എടുക്കുവാണ്. ഇത് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ 1 കിലോ എത്രത്തോളമാണ് നമ്മൾ എടുക്കുന്നതെന്ന് വെച്ചാൽ അത്രയും എണ്ണ എടുത്ത് നന്നായി തിളപ്പിക്കുക കേട്ടോ. ഏറ്റവും നല്ലത് ഇരുമ്പിൻ്റെ ചട്ടിയിൽ ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ അതിലുള്ള അയേണും കൂടെ നിങ്ങൾക്ക് കിട്ടും. കുഞ്ഞി നന്നായി തിളച്ച് ഈ സംഭവമൊക്കെ കരിയും അല്ലേ? നമുക്കിനി ഒരു 1/4 മണിക്കൂർ കഴിയുമ്പോ കാണാം. അമ്മ ഇതെന്തിനാ അമ്മ ഈ ഇലമുളച്ചിയാണോ ഇത്? അതെന്തിനാ? എനിക്ക് തിന്നാൻ യൂറിനറി ഇൻഫെക്ഷൻ മാറാനല്ലേ. ഇതാണ് ഇലമുളച്ചി. അത് കരിക്കും വെള്ളത്തിൽ അരച്ച് വേറും വയറ്റിൽ കഴിച്ചാലേ അപ്പൊ സ്റ്റോൺ പോവോ? എനിക്ക് കിഡ്നി സ്റ്റോണിന്റെ മരുന്ന് കഴിഞ്ഞിട്ട് കഴിക്കാന്ന് വെച്ചിട്ടാ ഫ്രിഡ്ജിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ കുഞ്ഞിക്ക് ബുക്കിൽ വെക്കാൻ വേണ്ടി എടുത്ത് വെച്ചതാ. കാണിച്ചു കൊടുക്കാൻ വേണ്ടി. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിൽ കേക്കുണ്ട്. ഇത് എന്താ അമ്മ ഇതിന്റെ അടപ്പൻ എന്ത് ചെയ്ത് മൂടി വെക്കാത്ത എന്താ? ഇത് മറ്റേ സാധനം കവറിൽ വന്നത്. അങ്ങനെ വെക്കാൻ പറ്റില്ല. ശരി, അകന്ന് നിന്ന് എടുത്തെങ്കിൽ എനിക്കൊരു കംഫർട്ട് ലെവൽ ഉണ്ടായിരുന്നു. അമ്മ എനിക്ക് തല കറങ്ങണുണ്ട്. എനിക്ക് BP ഒക്കെ ഭയങ്കര ലോയാണ്. നമുക്ക് 3 മണിക്കൂർ കഴിഞ്ഞ് കാണാം. ഇനി എണ്ണയൊക്കെ നന്നായി തിളച്ച് ഇനി എന്തൊക്കെ അതിൽ ആഡ് ചെയ്യുന്നുണ്ടെന്നൊക്കെ അപ്പം കാണിച്ചു തരാം. Let's have a tea break.
ഏകദേശം അരമണിക്കൂർ കഴിയുമ്പോഴേക്കും നമ്മുടെ എണ്ണ ഇങ്ങനെ തിളച്ചു തുടങ്ങും. അതിലേക്ക് നമുക്കൊരു 4 പീസ് ഉണക്കനെല്ലിക്ക ഇട്ട് കൊടുക്കാം. മുടിക്ക് വളരെ നല്ലതാണ്. പിന്നെ നെല്ലിക്കാപ്പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. മുടിക്ക് നല്ലൊരു കറുപ്പ് കളറ് കിട്ടാനും നല്ല ബ്ലാക്ക് ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നെല്ലിക്കപ്പൊടി യൂസ് ചെയ്യുന്നത്. പിന്നെ അതിലേക്ക് കുറച്ച് നീലാംബരിയുടെ പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. മുടി പെട്ടെന്ന് നീളം വയ്ക്കും. നീലാംബരി നമുക്ക് കുറച്ചല്ലേ ഇല കിട്ടിയുള്ളൂ, അപ്പോൾ അതും കൂടി ഇട്ട് കൊടുക്കുക. നമ്മുടെ ഹെയർ നമ്മൾ എത്രത്തോളം ട്രീറ്റ് ചെയ്യണോ അത്രത്തോളം നമ്മുടെ മുടി നന്നായിട്ട് വളരത്തേ ഉള്ളൂ. ശരിക്കും ഒരു 1.5 മണിക്കൂറൊക്കെ കഴിയുമ്പോഴേക്കും നമ്മുടെ എണ്ണ റെഡി ആവും. ഈ ഒരു പരുവത്താണ് നമ്മൾ എണ്ണ ഓക്കെ ആയി, കാച്ചി എണ്ണയായി എന്ന് മനസ്സിലാക്കേണ്ടത് ഇപ്പോഴാണ്. അതായത് ഇതിലെ നമ്മൾ അരച്ച് ചേർത്ത അരപ്പൊക്കെ ക്രിസ്പിയായി, എണ്ണ തിളയ്ക്കാതെ ആ സംഭവങ്ങൾ ഇങ്ങനെ പൊട്ടുന്ന സൗണ്ട് കേൾക്കും. നമുക്ക് തിളയുടെ ഒരു രീതിയൊക്കെ മാറും, കണ്ടോ? അപ്പോൾ നമ്മുടെ എണ്ണ റെഡിയായി എന്നാണ് അതിനർത്ഥം. അപ്പോൾ നമ്മളിപ്പോൾ ഇത് ഉണ്ടാക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അമ്മ, ഞാൻ തൃപ്പൂണിത്തറയ്ക്ക് പോകുമ്പോൾ എനിക്ക് ഉണ്ടാക്കി തന്നയച്ചതാണ്. ഞാൻ പക്ഷേ യൂസൊന്നും ചെയ്യാറില്ല. അപ്പോൾ അവിടുത്തെ അച്ഛൻ യൂസ് ചെയ്ത് അച്ഛന് നല്ല റിസൾട്ട് കിട്ടി. അപ്പോൾ അത് തീർന്നു. അപ്പോൾ ഉണ്ടാക്കി കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു വീഡിയോ ആയിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ എണ്ണ നന്നായി തിളച്ചതിന് ശേഷം നമ്മൾ എടുത്ത് വെച്ചു. ചൂടാറിയതിന് ശേഷം നമുക്കതിങ്ങനെ അരിച്ചരിച്ചെടുക്കാം. പിന്നെ ഇതിലേക്ക് കുറച്ച് മേൽപ്പൊടി കൂടെ ചേർക്കുന്നുണ്ട് നമ്മൾ. അത് ഞാൻ കാണിക്കുന്നില്ല, ഞാൻ പറഞ്ഞു തരാം. നമ്മളതിൽ അഞ്ചനക്കല്ല്, കരിഞ്ജീരകം, പച്ചക്കർപ്പൂരം ഇതൊക്കെ നമുക്ക് അടുത്തുള്ള മെഡിക്കൽ ഷോപ്പിൽ വാങ്ങിക്കാൻ കിട്ടും. അത് നമ്മൾ ചേർത്ത് കൊടുക്കുക. വളരെ നല്ലതാണ്. അഞ്ചനക്കല്ലൊക്കെ നല്ല തിളക്കം മുടിക്ക് കിട്ടാനും, കരിഞ്ജീരകം നല്ല കറുപ്പ് കിട്ടാനും, പച്ചക്കർപ്പൂരം നല്ല സ്മെല്ല് കിട്ടാനൊക്കെ നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യും. രാവിലെ നമ്മൾ കുളിക്കുന്നതിന് മുമ്പ് ഒരു 10-15 മിനിറ്റ് ഒന്ന് മസാജ് ചെയ്ത് തലയിൽ തേച്ച് കൊടുത്താൽ മതി. ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. അതിലുണ്ടല്ലോ ഇത് നമുക്ക് ഈ ചട്ടിയിൽ നമ്മൾ ഇതാ കണ്ടോ. ഇനി ഇത് നമുക്ക് നാളെ അരിച്ചെടുത്ത് നാളെ മറ്റന്നൊക്കെ കുഞ്ഞിലക്ഷ്മിക്ക് തലയിലൊക്കെ തേക്കാൻ എണ്ണയാവും. ഇതിൽ നിന്ന് എടുക്കുള്ളൂ അല്ലേ, 2-3 ദിവസമൊക്കെ. അപ്പോൾ ഓക്കെ ഗൈസ്, അപ്പം നിങ്ങൾക്ക് ഞങ്ങളിത് സെയിലൊന്നും ചെയ്യുന്നില്ല, ഉണ്ടാക്കി കൊടുക്കണ്ട അമ്മ. നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ എണ്ണയൊക്കെ കാച്ചി എണ്ണ തേക്കുന്നവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ, മുടിയൊക്കെ നന്നായി കെയർ ചെയ്യുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് ഉണ്ടാക്കി നോക്കാം. ഉണ്ടാക്കി 1 മാസം ഉപയോഗിച്ചിട്ട് റിസൾട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് പറയണം. ഓക്കെ ഗൈസ്, അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വ്ലോഗ്. ബൈ എല്ലാവരും. ഇപ്പം മഴയൊക്കെയാണ്, സേഫായിട്ട് ഇരിക്കുക. പുറത്തൊന്നും അധികം ഇറങ്ങി നടക്കണം, തണുപ്പത്തൊന്നും ഇറങ്ങി നടക്കണ്ട. പനിയും അസുഖങ്ങളൊക്കെ പെട്ടെന്ന് വരാനുള്ള സാധ്യതകൾ കൂടുതലാണ്. ഓക്കെ ഗൈസ്, ബൈ പറഞ്ഞോളൂ. ബൈ.